ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ വീണ്ടും ഇതാ ഒരു നമ്മുടെ എന്താ പറയുക വാഴ, ഇത് നമ്മുടെ പറമ്പിലത്തെ വാഴയാണേ. അപ്പം നമ്മൾ വാഴ വെട്ടി കഴിഞ്ഞപ്പോൾ അടുക്കളത്തോട്ടത്തിലെ വാഴയാണ് കേട്ടോ. അപ്പം അത് വാഴക്കൊലൊക്കെ വെട്ടി ഓണത്തിന്. അതുപോലെ ഇവിടെ അമ്മയും അച്ഛനും കൂടിയിട്ട് ചെയ്ത പണികളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഒന്ന് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ ചെയ്ത പണിയാണ്. ഇപ്പം അമ്മ ഇതൊരു മരുന്നാണ് കേട്ടോ. നല്ല നമുക്ക് മൂത്രത്തിൽ, കല്ലിന് മൂത്രത്തിപ്പഴുപ്പിനൊക്കെ നല്ല മരുന്ന്. അപ്പോൾ ഇതിങ്ങനെ വീട്ടിലെല്ലാവരും കഴിച്ചാൽ നല്ലതാണ് നമ്മൾ കണ്ടു അല്ലേ. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് ഗർഭിണിയായിരിക്കുമ്പോൾ എൻ്റെ അമ്മായിമ്മ തന്നിട്ടുണ്ട്. അടിവയറ് എനിക്ക് ആശുപത്രിയിലൊക്കെ പോയി വരും. അപ്പം നമ്മളെന്താ വെച്ചെങ്കിൽ നമുക്ക് വീട്ടിൽ പാളയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് പാളൊക്കെ വെച്ചിങ്ങനെ തുറന്നിട്ട്. അപ്പോൾ ഇത് എൻ്റെ അമ്മായിമ്മ എനിക്ക് ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നിട്ടുണ്ട് കേട്ടോ. അടിവയറ് വേദനയ്ക്ക്, മൂത്രത്തിപ്പഴുപ്പിനൊക്കെ. അപ്പോൾ അത് എന്നിട്ട് അത് കുടിച്ചിട്ട് ഇതുപോലെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെ എല്ലാവർക്കും പനിയാണ്. അപ്പോൾ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തപ്പോൾ കാലത്ത് തന്നെ ആരും എനിക്ക് കുടിക്കാനൊന്നും എടുക്കാനൊന്നും പോയില്ല. അപ്പോൾ കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പാളമരത്തിൽ കിടന്നു. അപ്പോൾ പാളമരമില്ല. അപ്പോൾ ഞങ്ങളൊരു തേനി ഇത് എത്ര നിറഞ്ഞിട്ടില്ല അല്ലേ, നിറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ഒരു ഗ്ലാസ് ഉണ്ടെന്ന് ഒരു ഗ്ലാസ് ഉണ്ട്. അത് പറഞ്ഞമ്മേ. ഇത് നന്നായി വൃത്തിയാക്കിയിട്ട് തുറന്നിട്ട് ഇതിൽ ഞങ്ങൾ തേൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പ്, കുരുമുളക്, ഏലക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമുണ്ട്. ഇതാ നല്ല ഇതിൽ എന്നിട്ട് കരടുണ്ടല്ലോ. ഇത് ഇവർ കൊത്തി കൊത്തി ഇങ്ങനെ ആക്കിയതാണ്. ഞാനിതിന് വന്നില്ല. ഇതാ ഗ്രാമ്പ് കണ്ട അരിച്ചിട്ട് കുടിക്കുക. അപ്പം ഞങ്ങൾ ഇതിൽ വാഴയിലൊക്കെ ഇട്ട് കെട്ടി അതിൻ്റെ മേലൊരു തുണി നല്ല മുണ്ട് കീറി കെട്ടിയതാട്ടോ. അടയ്ക്കമരത്തിൻ്റെ പാള നമുക്ക് ഇവിടെ ഉണ്ട്. അടയ്ക്കമരം പക്ഷെ മെയിനായിട്ടൊന്നും ഉണ്ടായില്ല. അത് കാലത്ത് വെറും വയറ്റിൽ കഴിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു. കാലത്ത് എന്ന് പറഞ്ഞപ്പോൾ കാലത്തൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ 9 മണിയാകുമ്പോൾ പോകണം. ഇവിടെ പണികളൊക്കെ ഒതുങ്ങി വന്നപ്പോൾ എത്ര നേരം ഇനിയുണ്ട് പണികൾ. ഇതെടുത്തിട്ട് കുടിച്ചിട്ട് ഇനി ചായ കഴിക്കാമെന്ന് വിചാരിച്ചു. വെറും വയറ്റിൽ ഇതിപ്പോൾ തുറന്നതൊന്നും ഇങ്ങനെ വളഞ്ഞ അരിവാള് പോലത്തെ കത്തി വേണം. അപ്പോൾ അത് ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ സാധാരണ കത്തിയിൽ ചെയ്തതാണ്, ഏട്ടൻ ചെയ്തതാണ് ഞാൻ പറഞ്ഞിട്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി, എളുപ്പമല്ല. അത് ദേഷ്യം വന്നിട്ട് കൊത്തി കൊത്തി കാണിച്ചാണ്. ഞാൻ കുഴിയെടുക്കാൻ പറഞ്ഞപ്പോഴേ കുഴിയെടുക്കാൻ വയ്യാത്ത കൈ, എല്ലാ പണിയും ചെയ്യണം. എന്ത് വയ്യാത്ത കൈ? അതൊന്നല്ല. ഇതിപ്പോൾ ദേഷ്യം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് ചെയ്താൽ ഞാൻ പറഞ്ഞു കൊടുത്തേ. അപ്പോൾ എനിക്ക് തന്നിക്കണമെന്ന് പറഞ്ഞാൽ അടിവയറ് തന്നെ ആശുപത്രി പോയി കുറവില്ല കണ്ട് എൻ്റെ അമ്മായിമ്മ തന്നാണ് കേട്ടോ ഉണ്ടാക്കി തന്നത്. അപ്പം ഞാൻ അത് കണ്ടിട്ടൊന്നും ഉണ്ടായില്ല. പറഞ്ഞിട്ട് അവർ വെള്ളം കുറവുള്ളൂ. അതേ അടിയിൽ കെട്ടിച്ച് അതേപോലെ തന്നെ കെട്ടി വയ്ക്കും കുട്ടി. അതേപോലെ ഇല വേണം. ഇല വേണ്ട. ഇതാ ഇതിൻ്റെ ഇല ഇട്ടിട്ട് പൂടുമ്മ. ചെമ്മിൻ്റെ ഇല ഇട്ടിട്ട് നനയില്ല. ഇപ്പോൾ കൂവയുടെ ഇല ഇട്ടോ. എന്താ പറയുക, ഇതിൻ്റെ സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരിഷ്ടൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്, പടർന്നു പിടിക്കുന്നുണ്ട്. ഈ പറയുന്ന സംഭവമാണ് ഇതാ നിൽക്കുന്നത്. വള്ളിക്കാവത്ത് കുറേ ഉണ്ട് കേട്ടോ. ഇത് പ്ലാവുമ്മയ്ക്കൊക്കെ കയറിപ്പോയേക്കണേ. 4-5 കട ഞങ്ങൾ വെച്ചത് കഴിഞ്ഞ. അമ്മ കേട്ടാ കെട്ടാൻ പോവാണേ. പാളയൊന്നുമില്ല. ഇപ്പൊ കൂവയുടെ ഇല, കാട്ടുകൂവ കേട്ടാ, അതിൻ്റെ ഇല എടുത്തിട്ട് ഞങ്ങൾ കെട്ടണതാണ്. ഉൾഭാഗം വെച്ചിട്ട് നാളെ ഉണ്ടെങ്കിൽ നാളെയും എടുത്ത് കുടിക്കാനും. ഇവിടെ ഉണ്ട് ഇനി വാഴ വെട്ടിയതിൻ്റെ പിണ്ടി ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ ഒരു പിണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ
ഇവിടേക്ക് താമസാക്കിയ അവസരം അയൽവക്കത്ത് എവിടെയും വാഴയില്ലേ, കുരങ്ങൻ്റെ ശല്യം. ഉള്ളവർ തരൂല്ല, വാഴ എടുക്കുന്നത് തീർക്കും കുറഞ്ഞ് ഉള്ളവർ തരൂല്ല കേട്ടോ. അപ്പം ഞങ്ങൾ വാഴപ്പിണ്ടി തിന്നാൻ കൊതിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിന് ഇപ്പോൾ ഓണത്തിന് തന്നെ 3 കൊല വെട്ടി. ഈ പറയുന്ന ആള് ഇതാട്ടാ, ഈ പറയുന്ന ആള് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലത്തെ സാരഥിയാണ് ഇതാ പോണത്. ഒരാളും കൂടി ഉണ്ട്, ഇവിടെ എവിടെയോ ഉണ്ട്. ഇതുണ്ടോ, ഇതാണ് എൻ്റെ വീട്ടിലെ അടുക്കളത്തോട്ടം. ഓരോ സാധനങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കുക. ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ദേ കാലത്ത് തന്നെ വന്നത് ഈ അമ്മ പറഞ്ഞ കുരങ്ങന്മാർ ദേ അപ്പുറത്തെ മരത്തുമ്മയൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നത്. പുലിയുണ്ട്, ആനയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഗൈസ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലത്തെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇത് അതിരപ്പള്ളിയിൽ നിന്ന് 36 കിലോമീറ്റർ ആണോ അച്ഛാ? 10 കിലോമീറ്റർ. അപ്പനറിയുള്ളൂ. ഞങ്ങൾ ഏറ്റവും വലിയ കുന്നിൻ്റെ മുകളിലാണ്. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ അടുക്കളത്തോട്ടം. അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പം നാളെ ഇതേ സമയത്ത് നമുക്ക് കാണാം കേട്ടോ. കുടിക്കുന്നത് കാണിച്ചു തരാമെന്ന്, അതും കൂടി കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. അപ്പം അതും കൂടി കണ്ടിട്ട് ഞാൻ കഴിക്കാം. ഇങ്ങോട്ട് വെള്ളം തെളിവൊന്നുമില്ല, ഇത്ര കഴിക്കാൻ പാടുള്ളത്. തേനൊഴിച്ച് ഈ കളർ കണ്ട തേനൊഴിച്ച് തന്നെയാണ്. അപ്പം ഞാൻ കുടിച്ചു നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ വന്ന് ടേസ്റ്റ് അല്ല കേട്ടോ. ഇത് ഗ്രാമിൻ്റെയും തേൻ്റെയും ഏലക്കാടൊക്കെ ഉള്ള ഒരു ടേസ്റ്റാണ് അല്ലേ. അതിൻ്റെ ഒക്കെ ഇതാണ്. എന്തോ കരിക്കും വെള്ളം കുടിക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ ഞാനും ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സൊന്നും ഇല്ല, പക്ഷെ തോല കിട്ടുന്ന കൊള്ളാം. അപ്പോൾ ദേ അമ്മ പണിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ പറയുക. എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. ഞങ്ങളുടെ സ്ഥലമൊക്കെ കാണുന്നവർക്ക് വന്ന് കാണുകയും ചെയ്യാം. ഇത് എത്ര അതിരപ്പള്ളിയിൽ നിന്ന് 10 കിലോമീറ്റർ അല്ലേ. പെരിങ്ങിൽക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ പെരിങ്ങിൽക്കുത്ത് ഇവിടെ ഡാമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അത് കാരണം ഞങ്ങൾക്ക് ആനേനെയും പുലിനെയും ഒന്നും കാണാൻ പ്രയാസമില്ല. അതുപോലുള്ള ഉപദ്രവങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അതിലൊക്കെ പേടിച്ചാണ് ഞങ്ങൾ മക്കളെ വളർത്തണതും ജീവിക്കണതും. ഇവിടുന്ന് സ്കൂളിൽ പോകാൻ എത്ര കിലോമീറ്റർ ഉണ്ട്? ആദായം ഒന്നും നമുക്ക് കിട്ടാൻ വഴിയില്ല. കുരങ്ങൊക്കെ നശിപ്പിക്കുകയാണ്. സ്കൂളിൽ പോകാൻ എത്ര കിലോമീറ്റർ ഉണ്ടപ്പാ? സ്കൂളിലേക്ക് ഒരു 20 കിലോമീറ്റർ ഉണ്ടാവോ, 25 കിലോമീറ്റർ. ഒരു 30 കിലോമീറ്റർ ഉണ്ട് സ്കൂളിലേക്ക് കേട്ടോ. 30 അവിടെയൊക്കെ പോയിട്ടാ ഞങ്ങൾ പഠിച്ചായിരുന്നു. ഇപ്പൊ എന്റെ മക്കളും അത് തന്നെ പഠിക്കുന്നത്. പിന്നെ ഞങ്ങള് കുഞ്ഞു സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല വീടൊന്നല്ല, ഒരു കുഞ്ഞു വീടുണ്ടായില്ലേ. അപ്പം നമുക്ക് ഇനി അടുത്തത് നമ്മുടെ പുതിയ വീടുമായിട്ട് നമുക്ക് തിരിച്ചു കാണാം. ഇവിടെ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതേ. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ മാറാൻ പറ്റില്ല അല്ലേ. പശുവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കണമല്ലോ. അജു നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടാ? എന്താണ് നിനക്ക് പറയാനുള്ളേ? കുരങ്ങിനെ പിടിക്കുക, മയിലിനെ പിടിക്കുക. ഞങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് കുസൃതികളൊക്കെ ഉണ്ട്. അടുത്ത വീട്ടിലെ കോഴീനെ പോലും ഈ പരിസരത്ത് കയറ്റില്ല. അപ്പം ശരി കേട്ടോ, നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണാവേ.